ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് സഭയായി നോമ്പിൻ്റെ 30-ാം ദിവസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണല്ലോ. ഇത്രയും നാൾ നമ്മളെ കാത്തുപരിപാലിച്ച ദൈവത്തിന് ആദ്യം തന്നെ സ്തുതി കരയറ്റാം. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഒരു ഉത്സവത്തിൻ്റെ, ഒരു ആഘോഷം നടക്കുന്നതിൻ്റെ ഒരു പ്രതീതിയാണ്. ആദ്യ ഭാഗത്ത് മനസ്സിലാക്കാം, യഹൂദന്മാരുടെ ഒരു ഉത്സവം ഉണ്ടായിട്ട് യേശു യെരുശലേമിലേക്ക് പോയി എന്ന് 1-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്. ഇന്നത്തെ ധ്യാന വിഷയം യേശു ക്രിസ്തു കരുണയുടെ സങ്കേതം എന്നതാണ്. എന്നാൽ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ചുറ്റുപാടും ഉത്സവ പ്രതീതിയാണെങ്കിലും അതിൻ്റെ മധ്യത്തിൽ കരുണയ്ക്കായി യാചിച്ച് കാത്തുകിടക്കുന്ന ഒരു കൂട്ടം. കരുണ ലഭിച്ച് കടന്നുപോയവർ, കരുണയ്ക്കായുള്ള ഇളക്കം കാത്ത് കാലങ്ങളോളം കിടക്കുന്നവർ. ഇങ്ങനെ ഒരു ചിത്രമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇതിൽ നിന്ന് 3 മനോഭാവം ഉൾക്കൊള്ളുവാനായിട്ടാണ് നാം ഇന്ന് പോകുന്നത്. ഒന്നാമതായിട്ട് വെള്ളത്തിൻ്റെ ഇളക്കം കാത്തു കിടക്കുന്നവർ. തൻ്റെ ലക്ഷ്യം സൗഖ്യമാവുക എന്നുള്ളതാണ്. എന്നാൽ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ ഉള്ള മാർഗത്തെ മാത്രം ആശ്രയിക്കുന്ന ഒരു മനോഭാവം. സൗഖ്യമായി തീരാൻ ഈ ഒരു വഴി മാത്രം ചിന്തിച്ച് 38 ആണ്ട് കിടക്കയെ ആശ്രയിച്ച് കഴിയുന്ന ഒരു മനുഷ്യൻ. അവൻ വെള്ളത്തിൻ്റെ ഇളക്കം മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് 38 വർഷമായി താൻ ആയിരിക്കുന്ന അതേ ആയിരിക്കുന്നു. യാതൊരു പുരോഗതിയുമില്ലാത്ത ഒരു ജീവിതാനുഭവം. പരിഭവവും പരാതിയും പറയുവാനില്ലാതെ മറ്റൊന്നും അയാൾക്ക് സാധിക്കുന്നില്ല. എത്ര ഉത്സവങ്ങൾ വന്നു, എത്ര പ്രാവശ്യം ദൂതൻ വന്ന് വെള്ളം കലക്കി, എത്ര പേർ സൗഖ്യമായി. താൻ ഇപ്പോഴും ഒരു മാറ്റവുമില്ലാതെ നിലകൊള്ളുന്നു. നമ്മുടെ ജീവിതാനുഭവത്തിലെ ഒരു തിരിഞ്ഞുനോട്ടം, ജീവിതാനുഭവത്തിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം ആവശ്യമല്ലേ? എത്ര നോമ്പ് വന്നു, എത്ര നോമ്പ് പ്രാർത്ഥനകൾ പങ്കെടുത്തു. ഇന്നും വെള്ളത്തിൻ്റെ ഇളക്കം കാത്ത് കുളക്കരയിൽ തന്നെ ആണോ? ഒരു മാനസാന്തരം നമുക്ക് ആവശ്യമല്ലേ എന്ന് ചിന്തിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. രണ്ടാമതായി, ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്ന് അറിയുന്ന യേശു ജനിക്കുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് തന്നെ കിടപ്പിലായ വ്യക്തിയെ തേടി വന്ന് ക്രിസ്തു സ്നേഹം. കരുണയുടെ സങ്കേതമായ യേശു അവൻ്റെ മനോഭാവം അറിഞ്ഞിട്ടാകണം യേശു അവനോട്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിക്കുന്നു. സൗഖ്യമാകുന്നതിന് മുൻപും പിൻപും യേശു അവനെ കണ്ടു എന്ന് പറയുന്നു. അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനിയും പാപം ചെയ്യരുത് എന്ന് യേശു പറയുന്നു. അന്തരേന്ദ്രിയങ്ങളെ ശോധന ചെയ്യുന്ന യേശു അവൻ നമ്മെയും അറിയുന്നു. നാമും ഇങ്ങനെ ഏറിയ കാലമായി ഒരേ അവസ്ഥയിൽ തന്നെ ആയിരിക്കുന്നു എന്ന് ഓർത്ത് പരിതപിക്കുന്നു. ഒരു സൗഖ്യത്തിലേക്ക് അവൻ നമ്മെയും ക്ഷണിക്കുന്നു. ലക്ഷ്യത്തിലെത്താൻ നമുക്ക് മനസ്സുണ്ടെങ്കിൽ മാർഗം അവൻ്റെ പക്കലുണ്ട്, ഒരുക്കമാണ്. മൂന്നാമതായിട്ട്, ശബത്ത് ലംഘനം എന്ന പേരിൽ യേശുവിനെ കുടുക്കുവാൻ ശ്രമിക്കുന്ന യഹൂദ സമൂഹം. യേശു ശബത്തിന് കർത്താവാകുന്നു എന്ന് ഗ്രഹിപ്പാൻ കഴിയാതെ പോയ സമൂഹ മനോഭാവം. അവന് സൗഖ്യം ലഭിച്ച ഉടൻ തന്നെ യേശു അവിടെ നിന്ന് മാറിക്കളയുന്നത് കാണുവാൻ സാധിക്കും. തൻ്റെ പിതാവിൻ്റെ പ്രവൃത്തി തികയ്ക്കുകയാണ് തൻ്റെ ലക്ഷ്യമെന്ന് യേശു അവരോട് വ്യക്തമാക്കുന്നു. യേശു തന്നെത്താൻ വെളിപ്പെടുത്തുന്ന ഒരു സംഭവമായും നമുക്ക് ഇതിനെ കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, നാമും നമ്മുടെ നോമ്പും ആരാധനയും എപ്രകാരം എന്നൊന്ന് ചിന്തിക്കാം. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു, ഇതേ അവസ്ഥയിൽ തന്നെ നാം ഇപ്പോഴും ആയിരിക്കുന്നു. അതിൽ നിന്നൊക്കെ മാറി ദൈവത്തിങ്കിലേക്ക് വരുവാനായിട്ട് ഈ നോമ്പ് നമ്മെ ക്ഷണിക്കുകയാണ്. അപ്രകാരം ദൈവത്തിങ്കിലേക്ക് അടുക്കുവാൻ മടികൂടാതെ നമ്മുടെ രക്ഷയിലേക്ക്, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് നമ്മളെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.